ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ കൈ ഉയർത്തി 2 ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പരിശായി. നിലം പരിശാകുക, നിലം പറ്റി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിലം പറ്റി, ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. കുട്ടികൾ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്, നിലം പറ്റി 10ാം ക്ലാസ് എത്തിയപ്പം. പ്രൈസ് ദി ലോർഡ്. സാമ്പത്തിക സ്ഥിതി നല്ല സ്ഥിതി ഉണ്ടായിരുന്നതാണ്, നിലം പറ്റി. ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ സമയത്ത് സ്വരം കേട്ടില്ല. ഓരോ മുഷ്ക് ഉള്ളിൽ തോന്നി, ഓരോ ദുർചിന്തകൾ ഉള്ളിൽ തോന്നി. ആ സമയത്തൊന്നും വചനം കേൾക്കാൻ പോകാൻ പറ്റിയില്ല. പള്ളിയിൽ വചനം പ്രഘോഷിച്ചു, ധ്യാനത്തിൻ്റെ സമയത്ത് വചനം പ്രഘോഷിച്ചു, ടെലിവിഷനിലൂടെ വചനം പ്രഘോഷിച്ചു, പുസ്തകങ്ങളിലൂടെ കർത്താവ് ദൂത് എത്തിച്ചു തന്നു, വീട്ടുകാരിലൂടെ സംസാരിച്ചു, മാതാപിതാക്കളിലൂടെ സംസാരിച്ചു, ആങ്ങളമാരിലൂടെ സംസാരിച്ചു, പെങ്ങന്മാരിലൂടെ സംസാരിച്ചു, കുട്ടികളിലൂടെ സംസാരിച്ചു, ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ കർത്താവ് ഒരുപാട് വിധത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന വിധം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും പ്രായത്തിനും ഓരോരുത്തരുടെ അന്തസ്സിനും ഓരോരുത്തരുടെയും സ്ഥിതിക്കും അനുസരിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ കർത്താവ് പറയണതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഇതാണ് കർത്താവിൻ്റെ വേദന. കർത്താവ് വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. നമ്മൾ ദൈവവചനം കേൾക്കുന്നത് വെറുതെയാണെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ആത്മാവിൻ്റെ അഭ്യുന്നതി, നമ്മുടെ ശരീരത്തിൻ്റെ സുസ്ഥിതി, നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത, ഇതിനെല്ലാം വേണ്ടിയാണ് ദൈവവചനം അയക്കുന്നത്. ജീവിതത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന വചന ലംഘനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോണത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ മേഖല നമ്മൾ കാണുന്നത് മലാക്കിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങളാണ്. അവിടെ നിന്ന് വായിക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണുനീരും കൊണ്ട് മൂടുന്നു. തേങ്ങിക്കരയുക. നമ്മുടെ മുഖ്യ ദുഃഖം എന്താണ്? ഞാൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ല. ഞാൻ ധ്യാനം കൂടിയിട്ടും എനിക്കൊരു അനുഗ്രഹമില്ല. ഞാൻ കുർബാനയ്ക്ക് പോയിട്ടും എനിക്കൊരു അനുഗ്രഹമില്ല. ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്കൊരു അനുഗ്രഹമില്ല. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറത്തടിച്ച് കരയോ അല്ലെങ്കിൽ അല്ലാതെ കരയോ ചെയ്ത് കണ്ണുനീരും കൊണ്ട് ബലിപീഠം മൂടുന്ന പോലെ കരയും. എന്നിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കുന്നു, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുമ്പസാരിച്ചു, എല്ലാം ചെയ്തിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിൻ്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിൻ്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിൽ ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ ഭർത്താവ് എന്ന് പറഞ്ഞൊരാളവിടെ ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യ എന്ന് പറഞ്ഞൊരാളവിടെ ഉണ്ട്. ആ ആളവിടെ ഉണ്ടെന്നൊരു വിചാരമെങ്കിലും നിങ്ങൾക്ക് വേണം. അങ്ങനെ ആ ഒരു വിചാരം ഉണ്ടെങ്കിൽ തന്നെ അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര പാർട്ടിയല്ല, അത്ര നിസ്സാരമായൊരു സംഭവമല്ല വിവാഹം എന്ന കൂദാശ വഴി നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി. കാര്യം വിദ്യാഭ്യാസത്തിൽ കുറവായിരിക്കും, എടുത്തുചാട്ടത്തിൽ കൂടുതലായിരിക്കും, ചില മദ്യപാനമൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില മുൻകോപം കൂടുതലായിരിക്കും. എന്തായാലും നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ളൂ. ആ സഹനങ്ങളും ആ നൊമ്പരങ്ങളും ആ കണ്ണുനീരെല്ലാം ഒരു പക്ഷേ നമ്മുടെയും തലമുറകളുടെയും വിശുദ്ധീകരണത്തിന് ആവശ്യമുള്ള സഹനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും ചില കാര്യങ്ങൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അന്ന് തൊട്ട് തുടങ്ങി ഓരോ പോര്, ഓരോ മുഷ്കു സ്വഭാവം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ യൗവനത്തിലെ ഭാര്യയും സഖിയും ആയിരുന്നിട്ടും
നിന്റെ ജീവിത പങ്കാളി ആയിരുന്നിട്ട് നീ മൈൻഡ് ചെയ്യാതെ പോയത്, ആ തണുത്ത ചോരത്ത് ഉണ്ടി വെച്ച് കൊടുത്തില്ലേ, ആ സമയം നിന്റെ അനുഗ്രഹം പോയി. ഇത്തിരി ഇങ്ങനെ മനസ്സ് വെച്ചാൽ കുറച്ച് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നില്ലേ? ആ സമയത്ത് നിന്റെ അനുഗ്രഹം പോയി. ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് വെച്ചപ്പോൾ നിന്റെ അനുഗ്രഹം പോയി. ആ പള്ളിയിൽ പോണ സമയത്ത് തലേ ദിവസം ആ വസ്ത്രമൊക്കെ നനയ്ക്കൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മെനയായിട്ട് ആ ചേട്ടൻ പള്ളിയിൽ പോവില്ലായിരുന്നോ? അങ്ങനെ ഞായറാഴ്ച വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ അലസത കൊണ്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണമെന്നില്ല, ഒരു നോട്ടവാശിയില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല, ശ്രദ്ധയില്ല, അശ്രദ്ധ, ജീവിത പങ്കാളിയോട് ബഹുമാനം ഇല്ല. അതന്നെ കാര്യം. ഇവിടെ പശുവിൻ്റെ കാര്യം നോക്കാനുണ്ട്, ഇവിടെ കോഴിയുടെ കാര്യം നോക്കാനുണ്ട്, ഇവിടെ 100 കൂട്ടം അല്ല പ്രധാനപ്പെട്ടത്, ജീവിത പങ്കാളിയുടെ കാര്യമാണ് പ്രധാനപ്പെട്ടത്. ഇത് ചേട്ടന്മാരും നോക്കണം. നിന്റെ ഭാര്യയും ജീവിത പങ്കാളിയും ആയിരുന്ന നിന്റെ യൗവനത്തിലെ നിന്റെ സഖി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് വിവാഹമെന്ന കൂദാശ വഴി സ്വീകരിച്ച ആ ഭാര്യയെ നന്നായിട്ടൊന്ന് സ്നേഹിക്കുക, ശ്രദ്ധിക്കുക. എപ്പോഴും റബ്ബറും, എപ്പോഴും കൃഷിയും, എപ്പോഴും തൂമ്പായും, എപ്പോഴും കമ്പ്യൂട്ടറായിട്ട് നടന്നാൽ പോരാ. അവിടെ അങ്ങനെ നടക്കുമ്പോൾ നിന്റെ ജീവിത പങ്കാളിയോട് നീ അവിശ്വസ്തത കാണിക്കുകയാണ് ചെയ്യുന്നത്. ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കുക എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിന് പോവുക എന്ന് മാത്രമല്ല, ജീവിത പങ്കാളിക്ക് കിട്ടേണ്ട ആ സ്നേഹവും ആ സമയവും ഒരു തലോടലും സ്പർശനവും കുറച്ച് സമയം കൊടുക്കണം സംസാരിക്കാൻ. അവർ പറയുന്നത് കേൾക്കണം. അവർക്ക് അർഹമായ സമയം കൊടുക്കണം. അവർക്ക് കൊടുക്കേണ്ട സമയം നമ്മൾ നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ കൃഷിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങൾക്ക് കൂട്ടുകാർക്ക് കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനവൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറ വരെ മാന്തി കളയുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ചാൽ പോലും ഗുണം കിട്ടാത്തതായി കളയും, ഒരു ധ്യാനം കൂടിയാൽ പോലും ഗുണം കിട്ടാത്തതായി കളയും. അത്രയും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ജീവിത പങ്കാളികൾ തമ്മിലുള്ള ബന്ധം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിന്റെ ഭാര്യയോടുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് നിന്റെ ദൈവത്തോടുള്ള ബന്ധമുള്ളൂ എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. നിന്റെ ഭർത്താവിനോടുള്ള സ്നേഹവും പരിഗണനയും അനുസരിച്ചുള്ള ബന്ധം മാത്രമേ ദൈവത്തോടുള്ളൂ. നിന്റെ ഭർത്താവുള്ള കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല. അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാർഗം മുറിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ മനസ്സുകൊണ്ട് വിവാഹമോചനം ചെയ്ത് ജീവിക്കുക, ഒരു വീട്ടിൽ തന്നെ ജീവിക്കുന്നത്, പക്ഷെ മനസ്സുകൊണ്ട് വിവാഹമോചനം ചെയ്ത് മൂപ്പര് വഴിക്ക് പോകട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കി ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ മനസ്സുകൊണ്ട് ബന്ധം മുറിഞ്ഞ് ജീവിക്കുന്ന മക്കൾ ഈ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിത പങ്കാളിയോട് നല്ല വിധത്തിൽ പെരുമാറുക, നല്ല വിധത്തിൽ ഇടപെടുക, പരിഗണിക്കുക, സമയം കുറേ മാറ്റി വെക്കുക അവർക്ക് വേണ്ടി. അവരെ കൂടെ കുറച്ചിരുന്ന് അവരുടെ സ്വരങ്ങൾ, അവരുടെ വേദന കേൾക്കുക, അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. ഇത് ഒരു ഭൗതിക കാര്യം മാത്രമല്ല, ഇതൊരു കുടുംബകാര്യം മാത്രമല്ല, ഇതൊരു ആത്മീയ കാര്യം കൂടിയാണെന്ന് ദൈവം എല്ലാ കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെ അറിയിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾക്ക് വിലയുണ്ട്. കുടുംബ ബന്ധങ്ങൾ തകർത്താൽ ദൈവമായുള്ള ബന്ധമാണ് തകർത്ത് കളയണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ അടുത്തതായി ചിന്തിക്കാൻ പോകുന്നത് കുടുംബത്തെ തകർക്കുന്ന മറ്റൊരു തിന്മയെക്കുറിച്ചാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ മകനെ, നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അത് ഒരു കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക മരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ഇവിടെ കർത്താവ് കുടുംബത്തെ നശിപ്പിക്കുന്ന മറ്റൊരു മേഖലയെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, മകനെ, മകളെ, നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അഭിലാഷങ്ങൾക്ക് നീ അടിമപ്പെടരുത്. അത് ഒരു കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായും അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട ഒരു ജീവിത മാർഗത്തിലൂടെ നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് കുടുംബത്തിൻ്റെ ഇലകളെയും പൂക്കളെയും ഫലങ്ങളെയും നശിപ്പിച്ച് കളയും എന്ന് ദൈവവചനം വളരെ കൃത്യമായി മുന്നറിയിപ്പ് തരികയാണ്. ഒരു കുടുംബജീവിതത്തിൻ്റെ ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, കുടുംബജീവിതം വല്ലരിയിൽ വിരിയുന്ന മക്കൾ, പൂക്കളും ഫലങ്ങളും കായ്കളെല്ലാം നശിച്ചു പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി,
അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുക. അഭിലാഷങ്ങൾക്ക് മദ്യപിക്കാൻ തോന്നുമ്പോൾ മദ്യപിക്കുക, പുകവലിക്കാൻ തോന്നുമ്പോൾ പുകവലിക്കുക, സിനിമ കാണാൻ തോന്നുമ്പോൾ ഇരുന്ന് എപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുക, സീരിയലെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, വലിയ വലിയ വില കൂടിയ ആർഭാട ജീവിതം, മൊബൈൽ ഫോണും വലിയ ഷൂസും വലിയ വണ്ടിയൊക്കെ വാങ്ങാൻ തോന്നുമ്പം അവനവന് തോന്നുന്ന അഭിലാഷങ്ങൾ, മനസ്സിൻ്റെ ഇച്ഛകളും ശരീരത്തിൻ്റെ അഭിലാഷങ്ങളും സാധിച്ചുകൊണ്ടുള്ള സുഖലോലുപതയുടെ ഒരു ജീവിത രീതിയാണോ ഞാനും നിങ്ങളും അവലംബിക്കുന്നത്? അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ നാശത്തിൽ മാത്രമല്ല കലാശിക്കുക, മറിച്ച് അത് നമ്മുടെ കുടുംബത്തിൻ്റെ നാശത്തിലേക്ക് ആ പാപം കുടുംബത്തെ വലിച്ചഴയ്ക്കുമെന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഒരു ചെറിയ ഉദാഹരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ദാവീദ് വളരെ നല്ല മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ദൈവത്തിന് സ്നേഹമുള്ളതാണ്. ദൈവം ദാവീദിനെ കുറിച്ച് പറയണത് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ എന്നാണ്. അത്രയും നല്ല ആളാണ് ദാവീദ്. അങ്ങനെയുള്ള ദാവീദ് ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഊറിയ എന്ന ഒരു സൈനികൻ്റെ ഭാര്യ കുളിക്കുന്നത് ശ്രദ്ധയപ്പെട്ടു ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സമയത്ത്. അതിനെ തുടർന്ന് ഒരു പാപമുണ്ടായി, ഒരു മോഹമുണ്ടായി, പാപമുണ്ടായി. അതിനുശേഷം ദാവീദ് അത് പരിഹരിച്ചു. ഊറിയയെ കൊല ചെയ്തു, അതിനുശേഷം അതിനെ കല്യാണം കഴിച്ചു. അങ്ങനെ ഒരുവിധം സെറ്റിൽ ചെയ്തു. നമ്മൾ ഒരു പ്രശ്നം അതായത് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുള്ളൂ, അതങ്ങനെ സെറ്റിൽ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ ആ കുടുംബത്തിലേക്ക് കയറി ചെന്നു. ദാവീദിനോട് പറഞ്ഞു, സാമൂൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീ എന്നെ പരിത്യജിച്ച് ഹിത്യനായ ഊറിയയുടെ ഭാര്യയെ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് ഇനി വാൾ ഒഴിയുകയില്ല. നിന്റെ ഭവനത്തിൽ ഇനി ഈ ഒരു വാൾ എപ്പോഴും ഉണ്ടായിരിക്കും. കാര്യം ദൈവം അനുഗ്രഹിച്ച കുടുംബമാണ്, ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തതാണ്, ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ആളൊക്കെ ആയിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട ഒരു ജീവിതം, അത് പോർണോഗ്രഫി കാണുന്നതാണെങ്കിലും അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കുന്നതാണെങ്കിലും ഇഷ്ടമുള്ള കാഴ്ചകൾ കാണുന്നതാണെങ്കിലും അശ്ലീല ചിത്രങ്ങൾ കാണുന്നതാണെങ്കിലും ബ്ലൂ ഫിലിം കാണാൻ പോകുന്നതാണെങ്കിലും മൊബൈൽ ഫോണിലൂടെയൊക്കെ ക്ലിപ്പിങ്സ് ഒക്കെ കാണുന്നതാണെങ്കിലും, പ്രിയ കുട്ടികളെ, യുവതിവാക്കന്മാരെ, മാതാപിതാക്കന്മാരെ, ഓരോ പ്രായത്തിലുള്ളവർ ഓരോരുത്തരും അവരവരുടെ ജീവിതാസനനുസരിച്ച് മനസ്സിലാക്കണം. ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ദാവീദ് ഒരു സെക്കൻഡ് നേരം ഒരു ചെറിയൊരു പാപത്തിലേക്ക് വീണുപോയി. നേരത്തെ കൂട്ടി കൽപ്പിച്ചുറപ്പിച്ച് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് വന്ന ഒരു പാപം അല്ല അത്. ബൈ ചാൻസ് കണ്ടു, മോഹം തോന്നി, അതിനകത്ത് പെട്ടുപോയി. പിന്നെ അതിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ സോൾവ് ചെയ്ത് വെച്ചു. അപ്പോഴാണ് ദൈവവചനം അവിടെ എത്തുന്നത്. ദൈവവചനം പഠിപ്പിക്കുകയാണ്, എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയയുടെ ഭാര്യയെ നീ പരിഗ്രഹിച്ചിരിക്കുന്നതിനാൽ നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. പ്രേമിക്കുന്നവരും പ്രേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരും ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതി അനുസരിച്ച് നമുക്ക് ചേർന്ന ഇണയെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതിയും വിവാഹമെന്ന കൂദാശകളൊക്കെ അവഗണിച്ച് ഒക്കെ ചവിട്ടിമെത്തിച്ച് എനിക്ക് തോന്നിയതുപോലെ ഞാൻ പോകും, എനിക്ക് ഇഷ്ടപ്പെടും, ഞാൻ കെട്ടും എന്ന് പറഞ്ഞ് ദുർമോഹത്തിന് അടിമപ്പെട്ട് പ്രിയ മകനെ, പ്രിയ മകളെ, നീ ആർക്കും വിധേയപ്പെടാതെ പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ നീ പോയാൽ നിന്റെ ഈ പോക്ക് സർവനാശത്തിലേക്കാണ് എന്ന് ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് തരികയാണ്. ദൈവത്തിൻ്റെ വചനം ഇതാ ദാവീദിൻ്റെ മേൽ വന്നിട്ട് പറഞ്ഞു, ഇനി നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. എന്താ ഈ വാൾ എങ്ങനെയാണ് ദാവീദിൻ്റെ ഭവനത്തിൽ പ്രവർത്തിച്ചത്? സങ്കീർത്തന പുസ്തകം 102-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ, അവിടെ ദാവീദിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു ചെറിയ ചിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 102-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. അവിടെ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയായി, വിജനപ്രദേശത്തെ മൂങ്ങയെ പോലെയാണ് ഇപ്പോൾ ഞാനിതാ ഉറക്കം വരാതെ കിടക്കുന്നു, പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാഗിയാണ് ഞാൻ. മരുഭൂമിയിലെ വേഴാമ്പൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു ആശ്വാസം, ഒരു സമാധാനം, ഒരു തുള്ളി ഒരു ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുക. വിജനപ്രദേശത്തെ മൂങ്ങ, ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല, ഒരാളില്ല മനസ്സിലാക്കാൻ. ഒരുപാട് ഭാര്യമാരും ഒരുപാട് മക്കളും ഒരുപാട് ആളുകൾ ദാവീദിനുണ്ടായിരുന്നെങ്കിലും ദാവീദ് പറയുകയാണ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. കടുത്ത ഒരു ഏകാന്തതയും
അനാഥത്വവും ദാവീദ് അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഓരോരോ അഭിലാഷങ്ങൾക്ക് പെട്ട് അങ്ങനെ മുമ്പോട്ട് പോകുമ്പം ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അനർത്ഥങ്ങളായി, അരക്ഷിതാവസ്ഥകളായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ദൈവവചനം മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇന്ന് മൊബൈൽ ഫോണിൽ കളിക്കുമ്പോഴും, ഇന്ന് സല്ലപിക്കുമ്പോഴും, സൊള്ളിയടിച്ച് നടക്കുമ്പോഴും ഒരു രസം പോലെ തോന്നും. ഇത് നാശത്തിനുള്ള നാശവഴിയാണെന്ന് ദൈവവചനം മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ വീണ്ടും പഠിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ദാവീദിൻ്റെ മറ്റൊരു പ്രശ്നമാണ്, ദാവീദിൻ്റെ കുടുംബത്തിൽ ദാവീദിൻ്റെ ഒരു മകന് ദാവീദിൻ്റെ ഒരു മകളെ കാണുമ്പോൾ ശരീരത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു കാമുകൻ കാമുകിയെ കാണുന്ന പോലെയാണ് ദാവീദിൻ്റെ ഒരു മകന് ദാവീദിൻ്റെ ഒരു മകളെ കാണുമ്പോൾ തോന്നണത്. അവസാനം ആ മകൻ ആ മകളെ നശിപ്പിച്ചു. ആ മകൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് ഇസ്രായേലിൽ നിഷിദ്ധമാണ്, ദൈവം പോലും ഇത് പൊറുക്കില്ല. അപ്പോൾ അതിനൊരു ബോധം ഉണ്ടായിരുന്നില്ല. അത് ഇങ്ങനത്തെ ഉള്ളൊരു കണ്ടിന്യൂഷൻ അല്ലേ, ഒരു ബോധമില്ലായിരുന്നു. അതെന്തായി? ആ പെണ്ണിനെ നശിപ്പിച്ച്, ആ പെങ്ങളെ നശിപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിവരം എല്ലാ രാജകുമാരിമാരും അറിഞ്ഞു. എല്ലാ ദാവീദിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. ആ രാജ്ഞിമാരെല്ലാം വിവരം അറിഞ്ഞു. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ പതുക്കെ എല്ലാവരും മറന്നു. അബ്സലോം മാത്രം ഈ വിവരം മറന്നില്ല. അബ്സലോം അത് മനസ്സിൽ വെച്ചു. അബ്സലോം അത് മനസ്സിൽ വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വിരുന്നൊരുക്കി. ആ വിരുന്നിൽ എല്ലാ രാജകുമാരിമാരെയും വിടാൻ രാജാവിനോട് പറഞ്ഞു. ദാവീദ് രാജാവ് ശുദ്ധ മനസ്സോടെ എല്ലാവരെയും വിട്ടയച്ചു. അങ്ങനെ വിരുന്ന് നടന്നുകൊണ്ടിരുന്നപ്പോൾ അബ്സലോം എന്ന് പറഞ്ഞ രാജകുമാരൻ അമ്നോൻ എന്ന് പറഞ്ഞ മറ്റൊരു രാജകുമാരനെ, അല്ലെങ്കിൽ ദാവീദിൻ്റെ മകനെ, ആ വിരുന്നുശാലയിലിട്ട് വെട്ടി കൊലപ്പെടുത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പൻ്റെ കാലത്ത് ഒരു സൈനികനെ കൊല ചെയ്തു. അപ്പൻ്റെ കാലത്ത് ഒരു സൈനികൻ്റെ ഭാര്യയുമായിട്ട് ഒരു അശ്ലീലം ഉണ്ടായി. എന്നാൽ മക്കളുടെ കാലം വന്നപ്പോൾ മക്കൾ തമ്മിൽ വ്യഭിചാരങ്ങളും അശുദ്ധി അരങ്ങേറാൻ തുടങ്ങി. മക്കളുടെ കാലം വന്നപ്പോഴോ മക്കൾ തമ്മിൽ കൊലപാതകം ചെയ്യാൻ തുടങ്ങി. ഇതാണ് പ്രഭാഷകൻ 6-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങൾ പറയണത്. എൻ്റെ മകനെ, നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അത് ഒരു കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും. അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ അവസാനം ഒരു ഉണക്ക മരം പോലെയാവും. പുരമുകളിൽ തനിച്ചിരിക്കുന്ന ഏകാഗിയായ പക്ഷിയെക്കുറിച്ച് പറഞ്ഞില്ലേ, നീ അവസാനം ഒരു ഉണക്ക മരം പോലെയാവും. ദൈവവചനം മുന്നറിയിപ്പ് തരുന്നത് എന്നെ നിങ്ങൾ ദുഃഖിപ്പിക്കാൻ വേണ്ടിയല്ല, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രസം നശിപ്പിക്കാൻ വേണ്ടിയല്ല, ജീവിതത്തിൻ്റെ അന്ത്യം വരെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ് മക്കളെ ജീവിക്കുന്ന ദൈവം നമുക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ വചനം അനുസരിച്ച് ജീവിച്ച് ജീവിതത്തിൻ്റെ അന്ത്യം വരെ കുടുംബജീവിതത്തിൻ്റെയും ഈ ലോക ജീവിതത്തിൻ്റെയും രസവും വീര്യവും അനുഭവിച്ച് കടന്നുപോയ എത്രയോ ആയിരക്കണക്കിന് ദമ്പതികൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നമ്മൾ മറന്ന് തന്നിഷ്ട ഒരു പോക്ക്, അത് സർവനാശത്തിൽ കലാശിക്കുന്നു. കല്യാണം കഴിച്ച ഉടനെ തന്നെ വിവാഹമോചനം, കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ വഴക്ക്, കലഹം, ബഹളം, സ്വസ്ഥതയില്ല, സമാധാനമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. മക്കൾ പറന്നു, ഒരു മക്കളിന് അടക്കമില്ല, ഒതുക്കമില്ല, ബഹളം, ഓട്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. എല്ലാത്തിൻ്റെ പിന്നിൽ there will be a hidden reason for everything. എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു കാരണം കാണും. അടക്കൊതുക്കില്ലെങ്കിൽ, ബഹളമില്ലെങ്കിൽ, പക്വതയില്ലെങ്കിൽ, ചെതുക്കി മരത്തെ കിളർത്ത കൂണ് പോലെ ജീർണിക്കുന്ന പിൻതലമുറകൾ ഉണ്ടാകുന്നെങ്കിൽ അതിന് കാരണം ഉണ്ടാകും. മക്കളെ, ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തം ഇതനുസരിച്ച് ക്ലോസ് ചെയ്താൽ പോരാ. ജീവിക്കുന്ന ദൈവത്തിന് മുമ്പിലേക്ക് വന്ന് ഹൃദയം തുറന്ന്, കർത്താവ് ഇങ്ങനത്തെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, നല്ല കുമ്പസാരം നടത്തി ജീവിതത്തിന് അടിത്തറ വിശുദ്ധീകരിച്ച് നല്ല വിധത്തിൽ ഞാനും നിങ്ങൾ ഹൃദയം കൊണ്ട് ഒരുങ്ങണമെന്ന് ജീവിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഈ ലോക ജീവിതത്തിൽ സ്വസ്ഥതയോടും ദൈവകൃപയോടും തൊട്ടതെല്ലാം അനുഗ്രഹമാകുന്ന വിധം മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിച്ചുകൊണ്ട് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും തിരിയണം. കണ്ടവരെ പ്രേമിച്ചവരെ കെട്ടിയവരെ കൂടെ പോയി, അതല്ല ജീവിതം എന്ന് പറയണത്. കാണാൻ ആഗ്രഹിച്ചാലും കണ്ടു, തിന്നാൻ ആഗ്രഹിച്ചാലും തിന്നു, ചെയ്യാൻ ആഗ്രഹിച്ചാലും ചെയ്തു, അതല്ല ജീവിതം എന്ന് പറയണത്. അങ്ങനെ ജീവിക്കാം. ജീവിതത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന
അടിസ്ഥാനപരമായ ഒരു നിർദ്ദേശമാണ് റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 13-14 തിരുലിഖിതങ്ങൾ. അവിടെ കർത്താവ് പറയുകയാണ്, എല്ലാവർക്കും വികാരങ്ങളുണ്ട്, എല്ലാവർക്കും മോഹങ്ങളുണ്ട്, എല്ലാവർക്കും അഭിലാഷങ്ങളുണ്ട്. ശരീരം കൊണ്ട് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്, മോഹങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വികാരങ്ങളും. എന്നാൽ ഞാനും നിങ്ങളും ജഡികരായി ജീവിച്ചാൽ ഡെഫിനറ്റായി മരിക്കും, നശിക്കും. ഞാനും നിങ്ങൾ ജഡികരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ പ്രവണത അനുസരിച്ച് ജീവിക്കുക. പ്രവണത വന്നു, അതനുസരിച്ച് ജീവിച്ചു. തിന്നാൻ തോന്നി തിന്നു, കാണാൻ തോന്നി കണ്ടു, തൊടാൻ തോന്നി തൊട്ടു, പോകാൻ തോന്നി പോയി, കൂട്ടുകൂടാൻ തോന്നി കൂട്ടുകൂടി. ഇത് ജീവിക്കുന്ന ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ? ഇത് കർത്താവിൻ്റെ വചനം അംഗീകരിച്ചിട്ടുണ്ടോ? ഈ നടപ്പ് കർത്താവ് അംഗീകരിച്ചതാണോ? ഇത് ദൈവവചനം അനുസരിച്ചുള്ള നടപ്പാണോ? ഇത് ദൈവവചനം അനുസരിച്ചുള്ള കൂട്ടുകെട്ടാണോ? ഇത് ദൈവവചനം അനുസരിച്ചുള്ള ബന്ധമാണോ? അന്വേഷിക്കണം മക്കളെ, ആലോചിക്കണം. ഓരോ അപ്പൻ്റെയും ഓരോ അമ്മയുടെയും സുഖലോലുപതയുള്ള പോക്ക് നാളെ മക്കളുടെ കണ്ണുനീരി കലാശിക്കും. അത് സ്വന്തം ജഡത്തിൻ്റെ പ്രവണതകളെ പരിശുദ്ധാത്മ ശക്തിയോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് നമ്മുടെ കാർന്നവന്മാരൊക്കെ നിയന്ത്രിച്ച് വെളുപ്പിന് പള്ളിയിൽ പോയും ദൈവിക കാര്യങ്ങൾ മുഴുകിയും തന്നെ നിയന്ത്രിച്ച് മക്കളെ ഓർത്തും കുടുംബത്തെ ഓർത്തൊക്കെ അവർ ആശയടക്കവും മിണ്ടാടക്കവും ഒക്കെ പാലിച്ച് നല്ല വിശുദ്ധ ജീവിതം നയിച്ച ആ തലമുറകളെ മറക്കരുത്. അന്ന് നമ്മുടെ കാർന്നവന്മാരെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അശ്രദ്ധ ദൈവം അതെടുത്ത് പലർക്കും എറിഞ്ഞു കൊടുക്കാൻ ഇടവരും. അടുക്കളയെടുത്ത് കാക്കിക്ക് എറിഞ്ഞു കൊടുക്കണമായിരിക്കും, എടുത്ത് ദൈവം ആ ഇഷ്ടമുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കും. നമ്മുടെ മക്കളുടെ കൈകളിൽ തന്നെ ഇതുണ്ടാകുമെന്ന് വിചാരിക്കരുത്. ഇഷ്ടമുള്ള പോലെ നടക്കും, ഇഷ്ടമുള്ള പോലെ പ്രേമിക്കും, ഇഷ്ടമുള്ള പോലെ തിന്നി, ഇഷ്ടമുള്ള പോലെ അവനവൻ്റെ ഇഷ്ടമല്ല പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഞാനും നിങ്ങൾ അവരവരുടെ ജീവിതാന്തത്തിനനുസരിച്ച് പരിശ്രമിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുലിഖിതങ്ങൾ സോളമനെ കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി, അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ നീ മലിനമാക്കി, അവരെ നീ ക്രോധത്തിന് ഇരയാക്കി. നിന്റെ ഭോഷത്വം അവരുടെ ദുഃഖത്തിന് കാരണമായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, യുവത്വത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അതും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസിൽ നല്ല ജോലി, ശമ്പളം 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം ഒക്കെ ശമ്പളം കിട്ടുന്ന കാലം വരും. ശമ്പളം കിട്ടി, അല്ലെങ്കിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ പ്രായപൂർത്തിയായി ഉടനെ എല്ലാം അങ്ങ് മറക്കരുത്. നടന്നു വന്ന വഴികൾ മറക്കരുത്. ഈ നാട്ടിൽ ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് ക്ലേശം സഹിച്ച്, ഒരുപാട് അധ്വാനിച്ച് ഒരു വംശത്തിന്, ഒരു തലമുറയ്ക്ക് അടിസ്ഥാനമിട്ട കാരണവന്മാരെ മറന്നുള്ള ജീവിതം, ദൈവത്തിൻ്റെ അനുഗ്രഹ വഴികൾ മറന്നുള്ളൊരു ജീവിതം, അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാത്രം കലാശിക്കില്ല, നമ്മുടെ മക്കളുടെ കണ്ണുനീരിൽ അത് കലാശിക്കും. എന്ന് വെച്ചത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള ശരീരത്തിൻ്റെ അഭിലാഷങ്ങളിൽ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് വ്യഭിചാരാസക്തി. അശുദ്ധി കാണാനും അശ്ലീലങ്ങൾ കാണാനും അശ്ലീലങ്ങളുടെ പുറകെ പോകാനും ഇഷ്ടമുള്ളവരുടെ കൂടെ നടക്കാനും ഇഷ്ടമുള്ളവരെ നടക്കാനുമുള്ള പ്രവണത. അതുപോലെ തന്നെ വളരെ ഗൗരവമേറിയ മറ്റൊരു മേഖലയാണ് മദ്യപാനം, പുകവലി, കഞ്ചാവ്, ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങൾ. മദ്യപാനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ചാരായം കുടിക്കുന്നത് മാത്രമാണ് മദ്യപാനം എന്ന് വിചാരിക്കരുത്. ലഹരി വസ്തുക്കളുടെ അടിമത്തം ദൈവത്തിൻ്റെ വചനം നിരോധിച്ചിരിക്കുന്നു. ഒരു കാനായിലെ കല്യാണവും അതുപോലെ വേറെ 1-2 വചനങ്ങളൊക്കെ എടുത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ആത്മാവിൻ്റെയും ഈ ലോകത്തിൻ്റെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ വചനങ്ങൾ തന്നെ എടുത്ത് മദ്യപാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മദ്യപിച്ച് പാപം ചെയ്യുന്നതിനേക്കാൾ കഠിനമാണ് വചനം എടുത്ത് ന്യായീകരിച്ച് മദ്യപിക്കുക. വിശുദ്ധ ലേഖനത്തിൽ യേശയ്യായുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ. ഇതാ അവിടെ ആഹ്ലാദ തിമർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു, അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകൊടിയും, നമുക്ക് തിന്നു കുടിച്ച് മതിക്കാം, നാളെ നമ്മൾ മരിക്കുമെന്നവർ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവാണ്
ഇത് അരുളി ചെയ്തിരിക്കുന്നത്. നീ മരിക്കുന്നത് വരെ ഈ പാപം ക്ഷമിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മയിരിക്കട്ടെ, ഈ വിധത്തിലാണ് കർത്താവ് സംസാരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 18 അധ്യായം 22 മുതലുള്ള തിരുലിഖിതങ്ങൾ. സ്ത്രീയോടുകൂടെ എന്നതുപോലെ പുരുഷനോടുകൂടെ നീ ശയിക്കരുത്, അത് മ്ലേച്ഛതയാണ്. സ്വർഗഭോഗം മ്ലേച്ഛത. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ അശുദ്ധനാക്കരുത്, അത് ലൈംഗിക വൈകൃതമാണ്, മറ്റൊരു അശുദ്ധി. ഇങ്ങനെ പല അശുദ്ധികളെ കുറിച്ച് പറഞ്ഞിട്ട് 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. ആ ദേശവും അശുദ്ധമായി. അപ്പോൾ ഈ പാപത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശരീരം മാത്രമല്ല അശുദ്ധമാക്കുന്നത്, ഇത് നമ്മൾ എവിടെ ഇരുന്ന് ചെയ്യുന്നോ ആ സ്ഥലവും ആ ദേശവും അശുദ്ധമാവും. നമ്മൾ വഴി നമ്മുടെ നാട് അശുദ്ധമാവുകയാണ്, നമ്മുടെ കോമ്പൗണ്ട് അശുദ്ധമാകും. പിന്നെ നമ്മൾ ധ്യാനമൊക്കെ കൂടി ഇവിടെ നല്ല പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ചെന്നാലും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം നഷ്ടപ്പെടും. കാരണം അവിടെ ഇരിക്കുന്ന അരൂപി മറ്റൊരു അരൂപിയാണ്. ആ കോമ്പൗണ്ട് മറ്റൊരു ആത്മാവിൻ്റെ കോമ്പൗണ്ടാണ്. സ്വമനസ നമ്മളിരുന്ന് പാപം ചെയ്ത് അശുദ്ധിക്ക് വിട്ടുകൊടുത്ത, അശുദ്ധിയുടെ ആത്മാവിന് വിട്ടുകൊടുത്ത സ്ഥലമാണത്. അവിടെ കുട്ടികൾ വളരുമ്പോഴും, അവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോഴും, ബിസിനസ് ചെയ്യുമ്പോഴും, അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ ഒരു പീഡ, ഈ ഒരു അരൂപി, അന്ധകാരത്തിൻ്റെ അരൂപി അവിടെ ശക്തമായി വ്യാപരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് അഴുക്കിലും വളരുന്ന നല്ല പരിശുദ്ധാത്മാവ്. ചില ആഫ്രിക്കൻ മുഷിയൊക്കെ ഉണ്ട്, ഏത് അഴുക്ക് വളർത്തിയിട്ടാലും അവിടെ കിടന്നോളും. അങ്ങനത്തെ ഒരു ആത്മാവല്ല പരിശുദ്ധാത്മാവ്. വൃത്തിയും വെടിപ്പും ശുദ്ധി ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ദൈവം അവിടെ നിന്ന് അകന്നു പോകും. ദൈവം ഇല്ലാത്ത കോമ്പൗണ്ടായി മാറും, ദൈവം ഇല്ലാത്ത വീടായി മാറും അത്. 28-ാമത്തെ വാക്യം, ഈ ദേശം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെങ്കിലും ഒരു കാര്യം വന്ന്, പലിശയോ കടമോ രോഗമോ സമാധാനക്കേട് എന്തെങ്കിലും വന്ന് ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ ദൂരെ എറിയപ്പെടും, തൂത്തെറിയപ്പെടും. അതിനധികം നേരം വേണ്ട. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഈ സമയം എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ 2 കരങ്ങൾ ഉയർത്തി ലോകം മുഴുവൻ എല്ലാ സഹോദരി സഹോദരന്മാരെ സമർപ്പിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് സർവ്വ മക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കാം. ദൈവമേ, ആരുടെയും കണ്ണടച്ച്, ആരുടെയും ചെവി അടച്ച് ദൈവവചനത്തിന് മുമ്പിൽ ഹൃദയം കഠിനമാക്കുന്നൊരവസ്ഥ വരാതിരിക്കാൻ എല്ലാവരുടെ മേലും മാനസാന്തരം ചൊരിയണമേ. 2 കരങ്ങൾ ഉയർത്തി ലോകം പാടുമ്പോൾ എല്ലാ സഹോദരന്മാർക്കും വേണ്ടി ഈശോയെ കൃപ തൂകണമേ. ഈശോയെ കൃപ തൂകണേ. ഈശോയെ കൃപ തൂകണേ. കരങ്ങൾ ഉയർത്തി ഈശോയെ കൃപ തൂകണേ. ഈശോയെ കൃപ തൂകണേ. ഈശോയെ കൃപ തൂകണേ. കൃപ തൂകണേ.